വരാന്താ നിനക്ക് ശരിയായ വരാന്താ. നമ്മുടെ കുടുംബത്തിൽ ഒന്നേ ഇല്ല ഇങ്ങനെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അബീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ തലശ്ശേരി കറങ്ങാൻ പോകുന്നതാണ്. നമ്മൾ 4 കസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തലശ്ശേരി പോകുന്നതാണ്. എന്താണ് ഇവിടെ ഒരു മദ്യത്തിൻ്റെ വേണം, ഹറാം. ഇതാ നമ്മൾ മാഹിയിലൂട്ടിയാണ് പോകുന്നത്. ഒന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇന്ന് മാഹിയിലൂട്ട് വരുന്നത്. ഇവിടെ ഫുൾ ബാറുകളാണ് ഗൈസ്, നോക്കൂ നിങ്ങൾ. അങ്ങനെ നമ്മൾ ജിയോയിൽ കയറ്റി പെട്രോൾ അടിക്കുന്നതെന്ന് ഒരു 100 രൂപയ്ക്ക് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ് ഇപ്പം വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്നാ? കടൽപ്പാലം. എവിടെയാ നമ്മളിലെ? എവിടെയാ? തലശ്ശേരി കടൽപ്പാലം. അതാണ് കടലിന്റെ പാലം. ഗൈസ് ഇതാണ് തലശ്ശേരി കടൽപ്പാലം. ഭയങ്കര ഫേമസ് ആണ്. തട്ടത്ത് മറയത്ത് അല്ലാണ്ട് 15 സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം? തല്ലുമാല ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കടൽപ്പാലത്ത് എത്തിയോണ്ട് നമുക്ക് സാനിക്കുട്ടിക്ക് ഒരു ചലഞ്ച് കൊടുക്കാം. സാനിക്കുട്ടി ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇവിടുന്ന് തുള്ളി കഴിഞ്ഞാൽ 100 രൂപീസ് ഉറപ്പ്. ആ ആൾക്കാർ വരുന്നുണ്ട്. ഇവള് നമ്മളെ പറ്റിച്ചു. ഇവള് ചെറിയ സ്റ്റെപ്പ് ഇട്ടു, അതുകൊണ്ട് ഇവക്ക് ചലഞ്ച് ഇല്ല. കൊടുത്തു ബിഗ് സ്റ്റെപ്പ്. ഗൈസ് ഈനൊരു ഉളുപ്പുമില്ല ഗൈസ്. ജിഷ്ണു ഇത് കണ്ട് ജിഷ്ണു ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. ഇൻട്രോവേർട്ട് ആണോ? ദിസ് ഈസ് വൺ ഓഫ് മൈ കസിൻ ജിഷ്ണു അമാസ്. എന്തിന് ഇവന് ഈ ഡാൻസ്, സ്വന്തം അനിയത്തിൻ്റെ ഡാൻസ് കണ്ടിട്ട് ഇവന് തല കറങ്ങുന്നു. നമ്മൾ ഇന്ന് തലശ്ശേരി എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണ് സാനിക്കുട്ടി? കടൽപ്പാലം, പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മുഴപ്പിലങ്ങാട് ബീച്ച്, പിന്നെ ഓവർബ്രിഡ്ജ് പോളിൽ പോകുന്നുണ്ട്. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പറക്കാൻ. ഈ ഒറ്റ ശ്വാസത്തിൽ തടയുന്ന ഇവളാണ് സാനിയ എം എസ്. കാണും. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉറപ്പാ? ഇതെന്റെ സ്വന്തം പെങ്ങൾ ദില്ലക്കുട്ടി. ഗായ്സ് നമ്മളെ കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ എല്ലാം കാണാൻ നിങ്ങൾ റെഡിയല്ലേ? ഫോട്ടോ ഷൂട്ടിലാണ്. എക്സൈറ്റഡ് ആയിരുന്നോ? ഗായ്സ് ഫുൾ ഫോട്ടോ ഷൂട്ടാണ്. എങ്ങനെയല്ലോ നിൽക്കുന്നുണ്ട്. ഈ വാൾ പെയിന്റിങ്ങിന് ഫേമസ് ആണ്. കണ്ടോ ഏത് നല്ലത് എന്ത് കണ്ടാലും നശിപ്പിക്കുന്ന ചില നാറികളുണ്ട്. ഇതാ കണ്ട റിസ ദീപ ഇത്രയും നല്ല വാൾ പെയിൻറ്റിങ്ങിൻ്റെ നടുക്ക് എഴുതി വെച്ചിട്ട് നോക്ക്. ഇവരയിൽ എന്നാ വേണ്ടേ നിങ്ങൾ കമൻറ്റ് ഗൈസ്. നമ്മളെ ഷംസീർക്ക് ഇടപെട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും സെറ്റാവും. ഇവർ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുന്നുണ്ട്. തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ലൊട്ടക്കച്ചാണ് ഇവർ മേടിച്ചിട്ട് വരുന്നത്. താങ്ക് യു. നല്ലതാണ്. തക്കച്ച് നിന്നിട്ട് ഇവളെ എരിഞ്ഞ് മെഴുകുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ജിഷ്ണു? എങ്ങനെയുണ്ടായിരുന്നു? ഗൈസ് ഇത് മറ്റൊരു വാളാട്ടാണ്. ഫുൾ വാൾ പെയിന്റിംഗ് ആണ് ഗൈസ്. തല്ലുമാലയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നിങ്ങൾ തല്ലുമാല കണ്ടവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് ഫ്രെയിം പാല എക്സ്പ്ലോർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വൈബാണ് ഇടാ. 2 സ്വീറ്റ് കോൺ മേടിച്ചു, ഒരു ബട്ടറും ഒരു പെപ്പറും. എങ്ങനെയുണ്ട്?
വിഷ്ണു ഹൗ ഇസ് ദാറ്റ്? അടിപൊളി. ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. നാളെ ഇപ്പം ഇതെല്ലാം കാണണല്ലോ. ഗായ്സ്, നമ്മളിപ്പോൾ തലശ്ശേരി കോടതിയുടെ മുമ്പിലെത്തി. നമ്മളപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാട് പുതുതായിട്ട് വന്നിട്ടുള്ള മറ്റേ വോക്ക് വേയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് പറ്റുമെങ്കിൽ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ജിഷ്ണുവിനും സാനിക്കും ഡ്രിഫ്റ്റ് ചെയ്യണം. സാറ് ഇത് ആപ്പൻ്റെ വണ്ടിയാണ് ഗൈസ്. ആപ്പൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇതാണ് ചതുപ്പ് നിലം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. തേങ്ങ, കുറെ തേങ്ങയുണ്ട്, എടുത്ത് വിറ്റാൽ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാം. ഗായ്സ്, ഇവിടെ കുറച്ച് കൊച്ചു കലാകാരന്മാരുണ്ട്. വീട് ബ്ലോക്ക് ആവൂടാ. വേണ്ട, തിരിച്ചു വരുമ്പോ എടുക്കാം. ഗായ്സ്, നമ്മൾ ഫൈനലി ബീച്ചിന്റെ, അതായത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിന്റെ സൈഡിലെത്തി. പക്ഷെ ഇവർ പറയുന്നു ഇപ്പോൾ പുതിയ വന്ന വോക്ക് വേയിലാണ് പോകേണ്ടതെന്ന്. ഇവർക്ക് ഇവിടെ താല്പര്യമില്ല. ഇതാ ഒരുത്തനാണെങ്കിൽ വരുന്നേ ഇല്ല, അവിടെ നിന്നിട്ടായില്ലേ. എന്നാ പിന്നെ നമുക്ക് വോക്ക് വേയിലേക്ക് പോവാം. വോക്ക് വേയിൽ പോയാലോ? അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനായ മുഴപ്പിലങ്ങാട് വോക്ക് വേയിലെത്തി. ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം ഞെട്ടി. ആദ്യമായിട്ടാണ് ഇവരെല്ലാം വരുന്നത്. ഗൈസ്, ഇവർ ഞെട്ടി. തലശ്ശേരി വോക്ക് വേ വേണ്ടി ഇവർ ഞെട്ടി. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു തെയ്യെല്ലാം ഉണ്ട്. തെയ്യെല്ലാം കണ്ട് ഇവർ അമ്പരന്നിരിക്കുകയാണ്. ഫുൾ വൈബാണ് ഇവിടെ. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ എന്തൊരു മാറ്റമാണ് ഈ തലശ്ശേരി മാറിയത്. വോക്ക് വേ നോക്കൂ. കണ്ണത്താ ദൂരം വരെ ഈ സാധനമുണ്ട് വോക്ക് വേ. ഇത് അപ്പുറത്തെ തടിക്ക് ഓട്ടോ പിടിക്കേണ്ടി വരും. ഓടാതൊരു കുതിര. ഓടാതെ കുതിരമേ കയറണോ? പേടിയാണോ? നല്ല പേടിയാണോ? നല്ല പേടിയാ. ഇതിനൊക്കെ പേടിയാ. അടുത്ത ചലഞ്ചിന് സമയമായി. നാണിയമ്മക്ക് അടുത്ത ചലഞ്ച് റണ്ണിങ് ചലഞ്ചാണ്. ഇത്രയും ആൾക്കൂട്ടം, ഈ ക്രൗഡിൻ്റെ ഇടക്കൂട്ട നാണിയമ്മ ഓടും. സ്പീഡിലാക്കാം. ശരിയായ വരാന്താന്ന് ഇവക്ക്. ശരിയായ വരാന്താന്ന്. നമ്മളെ കുടുംബത്തിൽ ഒന്നേ ഇല്ല ഇങ്ങനെ. ഞായറാഴ്ച വരെയല്ല, നോക്കിയ ഏത് വൈബ്, എത്ര ആൾക്കാർ. അപ്പം നിങ്ങളുടെ സുന്ദരമായ സായാഹ്നം ഫലപ്രദമാക്കാൻ ഇതാ തലശ്ശേരിക്ക് വരൂ, മുഴപ്പിലങ്ങാടേക്ക് വരൂ, ഡ്രൈവിംഗ് ബീച്ചിലേക്ക് വരൂ. നല്ലൊരു സായാഹ്നം, നല്ല വിലപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഹാപ്പി. Are you happy? We are very, very happy. ദേ അങ്ങോട്ട് നോക്കൂ, മന്ദഗതിയിൽ നടന്നു പോകുന്നൊരു കുതിര. പിന്നെ ഇതാ ഇവർ രണ്ടാളും നടക്കുന്നു. ഇവിടെ വലിയ ആൾക്കാർക്ക് നടക്കാനും കുട്ടികൾക്ക് കളിക്കാനും സ്ഥലങ്ങളുണ്ട്. വാവ് വാവ് വാവ്, എത്രയാ കുട്ടികൾ കളിക്കുന്നു. സ്റ്റോപ്പെല്ലാം കാണാൻ പറ്റും. അങ്ങനെ സാനികളുടെ അടുത്ത കണ്ടുപിടുത്തം ഇതാ വോക്ക് വേൻ്റെ ഉള്ളിൽ ബസ് സ്റ്റോപ്പ് പോലും. താങ്ക് യു. നമ്മളിങ്ങനെ വരുമ്പോൾ ഇത് ആരോ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടാ, പാക്കറ്റ് കവർ. ഇവിടെ ഇത്രയും വേസ്റ്റ് പിന്നെല്ലാം ഉണ്ടായിട്ട് ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് നോക്കിയാ. ഇങ്ങനെയാണ് ഓരോ ആൾക്കാർ. ഇത് പിടി, അത് കൊണ്ടുപോയിട്ടെ. ഗൈസ്, ഇന്നത്തെ നന്മ ഇതായി. ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ്. ടേസ്റ്റ് ഉണ്ടോ? ജിഷ്ണു നന്മ ചെയ്യുകയാണ്. നിലത്തിലെല്ലാം പെറുക്കിയിട്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവരുന്നതാണ്. ഇങ്ങനത്തെ ആൾക്കാരാണ് നാടിനാവശ്യം. ജിഷ്ണുവിൻ്റെ നന്മയിൽ നീ സാറ്റിസ്ഫൈഡ് ആണോ?
ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. സൺസെറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന എടുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലം പിടിച്ചാലോ? അടുത്ത ഇടിയാ വീട്ടിലേക്കാ? ഇവിടുന്ന് പോവാൻ തോന്നില്ല അല്ലേ? ഏത് വൈബ്? സുന്ദരമായ സായാഹ്നം കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ സായാഹ്നത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സയനം വെൽ സ്പെൻഡ്. ദില്ല എങ്ങനെ വിലയിരുത്തുന്നു? കൊള്ളാമേ. അടിപൊളിയായിട്ടുണ്ട്. ആ സായനം വളരെ മനോഹരമാണ്. അതിഗംഭീര സായാഹ്നം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഗൈസ്, ഈ സായാഹ്നം നമുക്ക് വളരെ വലിയ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 3 മണി തൊട്ട് 7 മണി വരെ നമ്മൾ വേണ്ട പോലെ തന്നെ യൂട്ടിലൈസ് ചെയ്തു. ബാക്കി നിങ്ങൾ കാണും. കാര്യം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ ബൈ. ബൈ ബൈ.